കേക്ക് ഫസ്റ്റായിട്ട് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നത്, ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് എന്നല്ലേ? എന്നാൽ ഇതല്ല, ഇത് ഭയങ്കര ഫ്രഷ് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബൈ ഞാൻ ഇത് ഉണ്ടാക്കാനുള്ള കാരണം, എൻ്റെ വീടിൻ്റെ ഫ്രിഡ്ജിൽ ഈ ഒരു പൈനാപ്പിൾ കുറേ ദിവസമായി എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുന്നു. അപ്പോൾ ആ പരാതി അങ്ങ് തീർത്തു കൊടുക്കാമെന്ന് വിചാരിച്ച്. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഈ ബേക്കിംഗ് ചെയ്യാൻ മടിയായതുകൊണ്ട് ഞാൻ ബ്രെഡാണ് എടുത്തത്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു പാനിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഷുഗറും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസി ആവണ്ട, അതിന് മുൻപ് ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ തന്നെ ജ്യൂസും കൂടെ ഒന്ന് ആക്കിയെടുക്കണം. അതിൽ കുറച്ച് ഷുഗറും കൂടെ ചേർത്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ബൈ ഞാൻ ബ്രെഡാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിന് ശേഷം ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഫസ്റ്റ് നമ്മൾ ആ പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് മേലേക്ക് ഞാൻ കുറച്ച് നട്ട്സായിട്ട് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം ഞാൻ നമ്മളുടെ പൈനാപ്പിൾ ഉണ്ടാക്കി വെച്ച സാധനം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്ത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിന് മുൻപ് എന്നിട്ട് ഞാൻ പിന്നെയും ബ്രെഡ് വെച്ചിട്ട് നമ്മൾ സെയിം എഗെയിൻ നമ്മൾ ചെയ്ത സ്റ്റെപ്പൊക്കെ ഒന്നും കൂടെ റിപ്പീറ്റ് അടിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു സ്റ്റെപ്പായിട്ട് ഞാൻ ഒരു കുറേ മൽപ്പിടുത്തം കഴിഞ്ഞിട്ടാണ്. ഈ ഐസിങ് എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള പണിയാണ് ഗൈസ്. കുറേ കാലം ഉണ്ടാക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എങ്ങനെയോ പാടെ എടുത്ത് ഇനിയൊന്ന് ഫ്രിഡ്ജിലും കൂടെ എടുത്ത് വെച്ചാൽ സംഭവം സെറ്റായി. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? നല്ല ടേസ്റ്റാണ് ഗൈസ്. ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്തായാലും ഇഷ്ടപ്പെടും.